കേരള സർക്കാരിന്റെ സുവർണ കേരളം ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രത്തെ ചൊല്ലി ഉയർന്ന വിവാദം സംസ്ഥാനത്ത് വലിയ സാംസ്കാരിക രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോട്ടറി ടിക്കറ്റിലെ ചിത്രീകരണം മതവിശ്വാസത്തെയും വിശ്വാസികളുടെ ആചാരങ്ങളെയും അപമാനിക്കുന്നതാണെന്ന ആരോപണവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. എന്നാൽ ഈ വിവാദങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ടിക്കറ്റിൽ അച്ചടിച്ചിരിക്കുന്ന തികച്ചും കലാനിരൂപണപരമായ ഒരു അബ്സ്ട്രാക്ട് പെയിന്റ് മാത്രമാണെന്നും വ്യക്തമാക്കി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മതചിഹ്നങ്ങളുടെ ദുരുപയോഗമോ ബോധപൂർവമായ ആവിഷ്കാരമോ നടത്തിയിട്ടില്ലെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയും ഭാഗ്യക്കുറി വകുപ്പും തമ്മിലുള്ള പ്രത്യേക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ടിക്കറ്റുകളിൽ ചിത്രങ്ങൾ നൽകുന്നത്. വിവിധ പ്രശസ്ത കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ ലളിതകലാ അക്കാദമി ഇതിനായി ലഭ്യമാക്കാറുണ്ട്. ഇത്തരത്തിൽ ലഭിച്ച ഒരു ചിത്രമാണ് SK34 സീരീസിലെ സുവർണ കേരളം ഭാഗ്യക്കുറിയിൽ ഉൾപ്പെടുത്തിയത്. ചിത്രത്തിലെ രൂപങ്ങൾക്കോ വരകൾക്കോ നിശ്ചിതമായ ഒരു നിർവചനം നൽകാൻ സാധിക്കില്ലെന്നും ഓരോ വ്യക്തിക്കും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക കലാശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗമായ ഭാഗ്യക്കുറി പ്രസ്ഥാനത്തെ തകർക്കരുതെന്നും വകുപ്പ് അഭ്യർത്ഥിച്ചു. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചിത്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതായാണ് വിഷയത്തെ ഗൗരവമാക്കിയത്. ലോട്ടറിയിലെ ചിത്രം ശിവലിംഗത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നതാണെന്നും ഇത് ബോധപൂർവം വിശ്വാസികളെ അധിക്ഷേപിക്കാൻ ചെയ്തതാണെന്നും ആരോപിച്ച് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് RV ബാബു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചിത്രത്തിന്റെ രൂപകൽപ്പനയ്ക്കും പ്രസിദ്ധീകരണത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വലിയ തോതിൽ പ്രചരിക്കുകയും വിശ്വാസികൾക്കിടയിൽ അമർഷമുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര വിശദീകരണവുമായി രംഗത്തെത്തിയത്. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഈ വിഷയത്തിൽ ചരിത്രപരവും താന്ത്രികവുമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി ദളിത് ചിന്തകനും ആക്ടിവിസ്റ്റുമായ TS ശ്യാംകുമാർ നൽകിയ വിശദീകരണം ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകി. ചിത്രത്തിൽ ആർത്തവ രക്തം ശിവലിംഗത്തിൽ വീഴുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വ്യാഖ്യാനത്തെ അദ്ദേഹം ചരിത്രപരമായി ചോദ്യം ചെയ്തു. പ്രാചീന തന്ത്ര പാരമ്പര്യത്തിൽ ആർത്തവ രക്തത്തെ അശുദ്ധമായി കണ്ടിരുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രാചീന തന്ത്രഗ്രന്ഥമായ ജയദ്രഥ യാമളത്തിൽ തൃശൂലത്തിൽ ശക്തിയെ ആവാഹിച്ച ശേഷം ആർത്തവരക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ തൃപ്പൂത്ത് ചടങ്ങ് ദേവിയുടെ ആർത്തവരക്തത്തെ ആഘോഷിക്കുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആർത്തവം അശുദ്ധമാണെന്ന സങ്കല്പം സ്മൃതികളിൽ നിന്നും ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും ഇത് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന താന്ത്രിക ആരാധന രീതികളെ തമസ്കരിക്കാനുള്ള ശ്രമമാണെന്നും ശ്യാംകുമാർ നിരീക്ഷിക്കുന്നു. ശങ്കര സ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പ്രാചീനമായ മറ്റ് വിശ്വാസധാരകൾ ഇതിനെ പുണ്യമായി കണ്ടിരുന്നു. ഇന്ത്യയിലെ ബഹുസ്വരമായ ആരാധന ക്രമങ്ങളെ ഏകശിലാത്മകമായ ഒരു മതരൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നവർ സ്മൃതി മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കേവലം ഒരു ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം യഥാർത്ഥത്തിൽ ആർത്തവത്തെയും സ്ത്രീ ശരീരത്തെയും കുറിച്ചുള്ള ആധുനിക പ്രാചീന കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമായാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതേസമയം ഭാഗ്യക്കുറി വകുപ്പിന്റെ വിശദീകരണം പ്രതിഷേധകരെ തൃപ്തിപ്പെടുത്തിയില്ല. ലോട്ടറി ടിക്കറ്റ് പോലുള്ള ഒരു പൊതുരേഖയിൽ വിവാദങ്ങൾക്ക് ഇടം നൽകുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പൊതുസമൂഹത്തിലും ഉയരുന്നുണ്ട്. വിവാദങ്ങൾ ലോട്ടറി വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയും കച്ചവടക്കാർക്കുമുണ്ട്. സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കാൻ ബോധപൂർവ്വം നിർമ്മിക്കപ്പെട്ട ഒരു വിവാദമാണിതെന്ന് ഇടതുപക്ഷ അനുകൂലികൾ ആരോപിക്കുമ്പോൾ ആചാരങ്ങളെ അവഹേളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. കലയും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണെന്ന ചർച്ചയ്ക്കാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളും ലളിതകലാ അക്കാദമിയുടെ ഔദ്യോഗിക പ്രതികരണവും ഈ വിഷയത്തിൽ നിർണായകമാകും.